നമസ്കാരം. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് ഒരു സാങ്കേതിക മേൽനോട്ടം ആവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം വീട് നിർമ്മിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇന്നത്തെ പുതിയ കാലത്ത് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന വസ്തു എന്ന് പറയുന്നത് സിമെന്റാണ്. അപ്പോൾ സാധാരണ മേസ്തിരിമാരും മേസ്തിരി കോൺട്രാക്ടർമാരും അവര് പഠിച്ചു വന്ന ചില രീതികൾ അനുസരിച്ച് പണി ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് സിമെന്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചോ റെയിൻഫോഴ്സ്മെന്റിനെ കുറിച്ചോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയെ കുറിച്ചോ ഒന്നും വലിയ ജ്ഞാനമൊന്നുമില്ല. അവർ പണി ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. ചില പണി സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ സിമെന്റ് കോൺക്രീറ്റ് മിശ്രിതം വെള്ളമൊക്കെ ഒഴിച്ച് കൂട്ടിയിട്ടിട്ട് അവർ ആഹാരം കഴിക്കാനൊക്കെ പോകുന്നത് കാണാം. അപ്പൊ സിമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. അരമണിക്കൂർ കഴിയുമ്പം സിമെന്റ് സെറ്റ് ആകാൻ തുടങ്ങും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ മേസ്തിരിമാർക്ക് സാങ്കേതികമായിട്ട് വശമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന്റെ അടിത്തറ മുതൽ പണി ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും വളരെ മികച്ച ഒരു സാങ്കേതിക മേൽനോട്ടം കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമാണ്. ഓരോ ഘട്ടത്തിലും അക്കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ സൂപ്പർവിഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ പണികൾ മുന്നോട്ട് പോകണം. കൃത്യമായ ക്യൂറിംഗ് ഉണ്ടാവണം. കൃത്യമായ അനുപാതത്തിലുള്ള മിക്സുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓവർ റെയിൻഫോഴ്സ്മെന്റ്, ചില ആളുകൾ ചില മേസ്തിരിമാരൊക്കെ അമിതമായിട്ട് കമ്പി ഉപയോഗിക്കുന്നത് കാണാം. അപ്പൊ സ്ലാബിലും ബീമിലും ഒക്കെ അമിതമായിട്ട് കമ്പി ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ അമിതമായിട്ട് കമ്പി ഉപയോഗിക്കുന്ന സമയത്തും അത് നമ്മുടെ കെട്ടിടത്തിന്റെ സ്ട്രെങ്തിനെ ബാധിക്കുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാനും പ്രോപ്പറായിട്ട് പണി മാനേജ് ചെയ്യുവാനും നമുക്കൊരു സാങ്കേതിക മേൽനോട്ടം ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു സാങ്കേതിക പരിചയമുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സിവിൽ എഞ്ചിനീയർ നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വർക്ക് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സൂപ്പർവൈസറെ വെക്കേണ്ട കാര്യമില്ല. സാങ്കേതിക മേൽനോട്ടത്തോടു കൂടി തന്നെ പണികൾ പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കും. നമസ്കാരം.